ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പുതിയ അധ്യയന വർഷം ആഗതമാവുകയാണ്. വിദ്യാലയത്തിലേക്ക് പുതിയ ഉടുപ്പും പുസ്തകങ്ങളും സ്വരൂപിക്കുന്ന തിരക്കിലാണ് വരും ദിവസങ്ങൾ. പുസ്തകങ്ങളും മറ്റു പഠനോപകരണങ്ങളും വിലക്കുറവിലും ഗുണമേന്മയോടെയും ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ സ്കൂൾ മാർക്കറ്റുകളും സജീവമായി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. PG മെഡിക്കൽ ഫീസ് വർധനയ്ക്കെതിരെ KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. സ്വാശ്രയ മുതലാളിമാരെ സംരക്ഷിക്കുന്ന നയമാണ് LDF സർക്കാരിന്റേതെന്ന് അദ്ദേഹം. മതപ്രഭാഷണങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലും ഉണ്ടാകണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസ്. മർക്കസിലെ വിദ്യാർത്ഥി സമരം 5ാം ദിനത്തിലേക്ക്. വടകര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയ സംഭവം IMAയുടെ കള്ളക്കഥയാണെന്ന് ആക്ഷൻ കമ്മിറ്റി. അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സൂചനാ സത്യാഗ്രഹം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. PG മെഡിക്കൽ ഫീസ് വർധനയ്ക്കെതിരെ KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. സ്വാശ്രയ മുതലാളിമാരെ സംരക്ഷിക്കുന്ന നയമാണ് LDF സർക്കാർ സ്വീകരിക്കുന്നതെന്നും വിദ്യാർത്ഥികളോടുള്ള ഗവൺമെന്റിന്റെ വഞ്ചനയ്ക്കെതിരെ KSU പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും വാർത്താസമ്മേളനത്തിൽ അഭിജിത്ത് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനോ അവരുടെ പക്ഷം കേൾക്കാനോ പോലും നിൽക്കാതെ സ്വാശ്രയ മാനേജ്മെന്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് വലിയ താൽപര്യം പ്രകടിപ്പിക്കുക. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 100 ദിവസം കൊണ്ട് നമുക്കറിയാം MBBS മെറിറ്റ് സീറ്റിന്റെ തുക 1,85,000 നിന്ന് 2.5 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. 100 ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചത് 65,000 രൂപയായിരുന്നു. അന്ന് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ആകെ 40,000 രൂപ കൂടിയപ്പോൾ 100 ദിവസം കൊണ്ട് സ്വാശ്രയ മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എടുത്തു. അപ്പം 100 ദിവസം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമായി ഈ ഗവൺമെന്റ് സ്വാശ്രയ മുതലാളിമാരെ സംരക്ഷിക്കാൻ നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റായിട്ട് നമ്മൾ കാണാം. മർക്കസ് അധികാരികളെ വിമർശിച്ച് യൂത്ത് ലീഗ്. മതപ്രഭാഷണങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലും ഉണ്ടാകണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസ്. കോഴിക്കോട് മർക്കസ് കോളേജിലെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകൾക്ക് അംഗീകാരമില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു PK ഫിറോസ്. വിദ്യാർത്ഥികളുടെ സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയാറില്ലേ നിങ്ങളുടെ പാതിരാ പ്രഭാഷണങ്ങളിൽ നീതിമാനല്ലാത്ത ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ കാണിക്കുന്നത് അനീതിയാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് നിങ്ങൾ പറയാറില്ലേ? അത് മതപ്രഭാഷണങ്ങളിൽ പറയേണ്ട വാക്കുകളാണോ? കേവലം പാതിരാ പ്രഭാഷണങ്ങളിൽ ആലങ്കാരികമായി ഉപയോഗിക്കേണ്ട വാക്കാണോ? അത് ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്നാണ് ഈ വിദ്യാർത്ഥികൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. കാരന്തൂർ മർക്കസിലെ വിദ്യാർത്ഥി സമരം ശക്തമായി തുടരുന്നതിനും ഓരോ ദിവസവും ഓരോ യുവജന സംഘടനകൾ സമരസംഗമം നടത്തുന്നതിനും തീരുമാനിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന സമരസമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത്. വെള്ളിയാഴ്ച കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഈ മാസം 23-നകം പ്രശ്നം പഠിക്കാമെന്ന ധാരണയായിരുന്നു. ഈ തീരുമാനം യോഗത്തിൽ അറിയിച്ചെങ്കിലും സമരസമിതി സർവകക്ഷി യോഗവും സമരം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. വടകര ആശാ ആശുപത്രിയിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയി എന്ന സംഭവം IMAയുടെ കള്ളക്കഥയാണെന്ന് ആക്ഷൻ കമ്മിറ്റി. പിഴവിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഡോക്ടറുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മെയ് 19-ന് സൂചനാ സത്യാഗ്രഹം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വടകര ആശാ ആശുപത്രിയിൽ നിന്നും മടപ്പള്ളി കിഴക്കേ മണക്കുനി ഭവ്യ എന്ന കുട്ടിക്കുണ്ടായ ചികിത്സാ പിഴവ് മറച്ചുവെക്കുവാനും ഡോക്ടറുടെ പേരിൽ കേസെടുക്കണമെന്ന രക്ഷിതാവിന്റെ പരാതി ദുർബലപ്പെടുത്തുവാനും വേണ്ടി ആശുപത്രി അധികൃതരും IMAയും ചേർന്നുണ്ടാക്കിയ കള്ളക്കഥയാണ് ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതെന്ന് വടകര ആശാ ആശുപത്രി ചികിത്സാ പിഴവ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭവ്യയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ IMAയുടെ സ്വാധീനത്തിന് വഴങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കള്ളക്കേസുകൾ എടുക്കുകയും നിരപരാധികളെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുകയും
മാത്രമാണ് പോലീസ് ചെയ്യുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുട്ടിക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് സർക്കാർ ഇടപെടണമെന്നും ചികിത്സാ പിഴവിനെപ്പറ്റി അന്വേഷിക്കണമെന്നും ഡോക്ടറുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശുപത്രിക്ക് മുൻപിൽ മെയ് 19 സൂചനാ സത്യാഗ്രഹം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒരു ഡോക്ടറെ തട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്ന് തന്നെ പരാതിയായി പോലീസ് പോകേണ്ടതാണ്. അതുണ്ടായിട്ടില്ല. അങ്ങനെ തട്ടിക്കൊണ്ടുപോയെങ്കിൽ തട്ടിക്കൊണ്ടുപോയ വാഹനം ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. ആ വാഹനം ഓടിച്ച ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഇത് തെറ്റായി കളവായി ഉണ്ടാക്കുക എന്നുള്ളതാണ് സത്യമാണ്. അത് ഇതിന്റെ വസ്തുതകൾ അതാണ്. തൊഴിലന്വേഷകരെ തേടി വീണ്ടും ജോബ് ഫെയർ. HR ഓഫീഷ്യൽസും മലാപ്പറമ്പ് വുമൺസ് പോളിടെക്നിക് കോളേജ് പ്ലേസ്മെന്റ് സെല്ലും സംയുക്തമായാണ് ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. 300-ലധികം ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തത്. ഇത് 3-ാം തവണയാണ് HR ഓഫീസർമാരും മലാപ്പറമ്പ് വുമൺസ് പോളിടെക്നിക് കോളേജ് പ്ലേസ്മെന്റ് സെല്ലും സംയുക്തമായി ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തിയ പരിപാടിക്ക് ഇത്തവണ വേദിയായത് മലാപ്പറമ്പ് വനിതാ പോളിടെക്നിക്കാണ്. മേയർ തോടത്തിൽ രവീന്ദ്രൻ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്തു. HRO MD ഷാനിസ് തോട്ടം മേലാൽ, കോളേജ് പ്രിൻസിപ്പൽ P. ബീന, HRO ഡയറക്ടർ സിറാജ് പൂത്തോളി, പ്ലേസ്മെന്റ് ഓഫീസർ K. രാജ്മോഹൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ജോബ് ഫെയർ. 3G മൊബൈൽസ്, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, VKC ഗ്രൂപ്പ്, TBS ബുക്സ് ആൻഡ് പബ്ലിഷേഴ്സ്, ഐഡിയ, ഡി സ്പാരോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പോപ്പുലർ മാരുതി തുടങ്ങിയ 33 സ്ഥാപനങ്ങളിലാണ് ജോബ് ഫെയറിലൂടെ തൊഴിലന്വേഷകരെ തേടുന്നത്. 300-ലധികം ഒഴിവുകളാണ് ആകെയുള്ളത്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കി നിശ്ചിത കമ്പനിയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക് മികച്ച അവസരങ്ങളും തൊഴിലും ഉറപ്പുവരുത്തുന്നുണ്ട്. മുസ്ലിം വ്യക്തി നിയമം പൂർണ്ണമായും പരിഷ്കരിക്കണമെന്ന് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ കേസ് നടക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായി വ്യക്തി നിയമ പരിഷ്കരണ ബോധവൽക്കരണം നടത്തുമെന്ന് KSS സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവാഹം, മുത്തലാഖ്, സ്വത്തവകാശം തുടങ്ങിയ മുസ്ലിം വ്യക്തി നിയമം അനുശാസിക്കുന്ന നിയമങ്ങൾ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും തികച്ചും എതിരാണെന്നും അതിനാൽ മുസ്ലിം വ്യക്തി നിയമം പൂർണ്ണമായി പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി സുപ്രീംകോടതിയെ സമീപിക്കുകയും ഇത് സംബന്ധിച്ച കോടതി നടപടികൾ ഇന്ന് തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ സുപ്രീംകോടതിയിലെ നിയമ പോരാട്ടം തുടരുന്നതോടൊപ്പം വ്യക്തി നിയമ പരിഷ്കരണ ബോധവൽക്കരണത്തിന് സംസ്ഥാന വ്യാപകമായി പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് KSS സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഒരിടവേള. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാത്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്നനഗരിയിൽ. EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. അതെ, ഓരോ ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുമ്പോഴും ഒരു പുതിയ ഡ്രസ് ഉണ്ടല്ലോ. ടൂർ ഫോറിൻ ആയിരുന്നു, പക്ഷെ തുണി ഇന്ത്യൻ. അത് കളാ. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എടാ, ഇതാണ് കല്യാൺ സിൽക്സിന്റെ പുതിയ ക്ലാസ്മേറ്റ്സ് കളക്ഷൻ. ക്ലാസ്മേറ്റ്സോ? അതെ, ക്ലാസ്മേറ്റ്സ്. മെൻസ് വെയറിലും ലേഡീസ് വെയറിലും സാരിയിലും എല്ലാം ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. വിലയുടെ കാര്യമല്ലേ? അതെ, ശരിക്കും അഫോർഡബിൾ. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തൊട്ടതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു.
കേരള സ്റ്റേറ്റ് കോമൺ പൂൾ ലൈബ്രറിയൻ അസോസിയേഷൻ 19ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നു. എ പ്രദീപ്കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സേവനരംഗത്തെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും കാഴ്ചപ്പാടുകളും സമ്മേളനം ചർച്ചാ വിഷയമാക്കി. കേരള സ്റ്റേറ്റ് കോമൺ പൂൾ ലൈബ്രറിയൻസ് അസോസിയേഷൻ 19ാം സംസ്ഥാന സമ്മേളനം രാജേഷ് നഗറിലാണ് പുരോഗമിക്കുന്നത്. സംഘടനാതല ചർച്ചകൾക്കും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിനും പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു സമ്മേളനം. സമ്മേളന പരിപാടികൾ എ പ്രദീപ്കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശശിധരൻ VP മുഖ്യാതിഥിയായിരുന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന KK അശോകൻ, സതീഷ് കുമാർ, രാമൻ നമ്പൂതിരി, KP സുരേഷ് തുടങ്ങിയവർക്ക് ചടങ്ങിൽ മുഖ്യാതിഥി ഉപഹാരം സമർപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് T തുളസീധരൻ അധ്യക്ഷനായി. ശശി താഴത്തുപുരയ്ക്കൽ, U സിദ്ദിഖ് സലീം അമ്പാട്, KP ഷാജഹാൻ, KR അജിതൻ, AP രവീന്ദ്രൻ, മുരളീധരൻ പിള്ള, KK അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സേവനരംഗത്തെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും കാഴ്ചപ്പാടുകളും സംഘടന ചർച്ചാ വിഷയമാക്കി. ലൈബ്രറി നിർവഹണത്തിന്റെ പുതുസങ്കേതങ്ങൾ വികസിപ്പിക്കുന്നതിനും സമ്മേളനം ഊന്നൽ നൽകി. തന്നെ താരമാക്കിയ ക്യാമറ ചേട്ടനെ കാണാൻ ആ കൊച്ചു സുന്ദരി എത്തി. നവമാധ്യമങ്ങളിലൂടെ കേരളത്തിന്റെ കുട്ടിക്കുറുമ്പിയായി മാറിയ ശിവന്യാണ് അവളെ ഹിറ്റാക്കിയ ക്യാമറമാൻ കൃതീഷിനെ കാണാൻ തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടെത്തിയത്. ഒടുവിൽ തന്നെ ചതിച്ച ക്യാമറമാനെ കാണാൻ ശിവന്യ എത്തി. നവരസങ്ങൾക്ക് പുറമെ ചില പുതിയ രസങ്ങൾ കൂടി മലയാളികൾക്ക് സമ്മാനിച്ച് നവമാധ്യമങ്ങളിലെ നിറ സാന്നിധ്യമായ ഈ കൊച്ചു സുന്ദരിയാണ് അവളെ കാത്തിരിക്കുന്ന ക്യാമറമാൻ കൃതീഷിനെ കാണാൻ തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടെത്തിയത്. കുസൃതി നിറഞ്ഞൊരു നാണവും നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയുമായിരുന്നു തന്നെ താരമാക്കിയ ക്യാമറ ചേട്ടന് അവൾ ആദ്യം നൽകിയ സമ്മാനം. പിന്നെ അവൾക്കറിയാവുന്ന ചില പാട്ടുകൾ പാടിക്കേൾപ്പിക്കാനും മറന്നില്ല. ഇരുവരും കയ്യും പിടിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ച് കോഴിക്കോടൊക്കെയൊന്ന് കണ്ടു. പിന്നെ വീഡിയോയിൽ കണ്ടതൊന്നുമല്ല, അതിലും പുതിയ ചില ഭാവങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് ആ കൊച്ചുമുഖത്ത് വിടർന്നത്. കഴിഞ്ഞ വർഷം നടന്ന BJP ദേശീയ സമ്മേളനത്തിനിടെയാണ് ഈ കൗതുക ഭാവങ്ങളും കള്ളപ്പുഞ്ചിരിയും കൃതീഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് അത് പകർത്തി ഫേസ്ബുക്കിലിട്ടതോടെ ശിവന്യ കുട്ടി കയറി അങ്ങ് വൈറലായി. പിന്നെ അവൾ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയായി. തലശ്ശേരി കലായിലെ വിജയ് ഷീജ ദമ്പതികളുടെ ഇളയ മകൾ ശിവന്യയെയും ഏഷ്യാനെറ്റ് കേബിൾ വിഷനിലെ ക്യാമറമാൻ കൃതീഷ് വേങ്ങിയിലെയും ഒടുവിൽ മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തി. താൻ താരമായതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലെങ്കിലും ഫോണിൽ തന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതേ കള്ളച്ചിരിയും ഭാവങ്ങളും അവളുടെ മുഖത്തും കാണാമായിരുന്നു. ക്യാമറ ചേട്ടനോടൊപ്പം ഉച്ചയൂണും കഴിഞ്ഞാണ് ശിവന്യയും കുടുംബവും കോഴിക്കോട്ട് നിന്നും മടങ്ങിയത്. ക്യാമറമാൻമാരായ രാഹുൽ മക്കടയ്ക്കും റമോ പീറ്ററിനുമൊപ്പം അരുണിമ. ജില്ലാ വാർത്തകൾ കോഴിക്കോട്. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്കായി മിതമായ നിരക്കിൽ കൺസ്യൂമർ ഫെഡ് സ്റ്റുഡന്റ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മുതലക്കുളം ത്രിവേണി ബിൽഡിംഗിൽ പ്രത്യേകം സജ്ജമാക്കിയ കൌണ്ടറിലാണ് സ്റ്റുഡന്റ് മാർക്കറ്റ്. പുതിയ അധ്യയന വർഷത്തിൽ കൃത്രിമ വിലവർധനയിലൂടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരിടുന്ന ചൂഷണത്തിൽ നിന്നും അവരെ രക്ഷിക്കുന്നതിനായി മിതമായ നിരക്കിൽ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങൾ, ത്രിവേണി നോട്ട്ബുക്കുകൾ, കുടകൾ, ബാഗുകൾ തുടങ്ങിയവ സജ്ജീകരിച്ചുകൊണ്ട് കൺസ്യൂമർ ഫെഡ് സ്റ്റുഡന്റ്സ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മുതലക്കുളത്ത് ത്രിവേണി ബിൽഡിംഗിൽ പ്രത്യേകം സജ്ജമാക്കിയ കൌണ്ടറിന്റെ ഉദ്ഘാടനം കളക്ടർ UV ജോസ് IAS നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് ടൌൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ M ഭാസ്കരൻ ആദ്യ വിൽപ്പന നടത്തി. കോഴിക്കോട് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ അബ്ദുൾ റഷീദ് മുഖ്യാതിഥിയായി. പ്രശാന്ത്, VP ഉസ്മാൻ, VK രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. R സഞ്ജനയുടെ മിറർ കവിതാ സമാഹാരം അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സാഹിത്യകാരി ഖദീജ മുന്താസ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരിദൂരിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരമാണ് മിറർ. ലിബി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. മിറർ കവിതാ സമാഹാരത്തിന്റെ പ്രകാശന ചടങ്ങ് ഹോട്ടൽ അളകാപുരിയിൽ നടന്നു. പ്രശസ്ത സാഹിത്യകാരി ഖദീജ മുന്താസ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂരിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. അപ്പൊ എനിക്ക് തോന്നിയത് മുമ്പേ തോന്നിയിട്ടുള്ളത് തന്നെയാണ്, ഒരു അപ്പീൽ ജൂറിയായിട്ട് ഇരിക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി. കാരണം കല, സാഹിത്യം എന്നൊക്കെ പറയുന്നത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ടും മത്സര്യം, അസൂയ, ചിലപ്പോൾ ഒക്കെ ദ്രോഹിക്കണം എന്നുള്ള ആഗ്രഹം, സ്വാർത്ഥത,
അതല്ലെങ്കിൽ അഹങ്കാരം, ഇതിന്റെയൊക്കെ ഒരു വേദിയായിട്ടാണ് എനിക്ക് അവിടെ തോന്നിയത്. ഒരു 800 അപ്പീലുകൾ അവിടെ വരികയുണ്ടായി. ചടങ്ങിൽ കവി പി ശ്രീധരനുണ്ണി അധ്യക്ഷനായിരുന്നു. ചെറുകഥാകൃത്ത് KPM നവാസ് സ്വാഗതം പറഞ്ഞു. ഇംഗ്ലീഷ് കവി PL ശ്രീധരൻ പുസ്തകം പരിചയപ്പെടുത്തി. TP മമ്മു മാസ്റ്റർ, ശരത് മണ്ണൂർ, PA നൌഷാദ് എന്നിവർ സംസാരിച്ചു. കുമാരി സഞ്ജന മറുപടി പ്രസംഗം നടത്തി. ലിബി അക്ബർ നന്ദി പ്രകാശിപ്പിച്ചു. പ്രകാശന ചടങ്ങിൽ പ്രമുഖ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സംബന്ധിച്ചു. കണ്ണൂരിൽ RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണർ സമാപിച്ചു. IIME കേരള സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രിൻസിപ്പൽസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഹോട്ടൽ എമറാൾഡിൽ നടന്ന പരിപാടി CBSE അസിസ്റ്റന്റ് സെക്രട്ടറി വികാസ് കുമാർ അഗ്രവാൾ ഉദ്ഘാടനം ചെയ്തു. IIME കേരള സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന പ്രിൻസിപ്പൽസ് കോൺഫറൻസ് ഹോട്ടൽ എമറാൾഡിൽ നടന്ന ചടങ്ങിൽ CBSE അസിസ്റ്റന്റ് സെക്രട്ടറി വികാസ് കുമാർ അഗ്രവാൾ ഉദ്ഘാടനം ചെയ്തു. CBSEയുടെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽമാർക്കുള്ള സംശയ നിവാരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. It is good to see that you are developing your books, you are developing your curriculum just to teach the students the more valuable things. ചടങ്ങിൽ IIME പ്രസിഡന്റ് പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് അധ്യക്ഷനായിരുന്നു. കേരള CBSE സ്കൂളുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുവേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ അവതരണവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. ചലഞ്ചസ് ഇൻ സ്കൂൾ ലീഡർഷിപ്പ് വിഷൻ 2020 എന്നീ സെക്ഷനുകൾക്ക് നൌഫൽ ജംഷദ്പൂർ, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, പ്രൊഫസർ K കോയട്ടി, VPM ഇസ്ഹാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രൊജക്ട് ഡയറക്ടർ CP അഷ്റഫ്, KM അബ്ദുൽ ഖാദർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വേനൽ മഴയ്ക്ക് പിന്നാലെ നഗരപരിധിയിലെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി. കോതി, മുഗദാർ, പള്ളിക്കണ്ടി, നൈനാംവളപ്പ് ഭാഗങ്ങളിലാണ് വീതി വിതച്ച് തിരമാല വീശുന്നത്. വേനൽ മഴയ്ക്ക് പിന്നാലെ കോഴിക്കോട് നഗരപരിധിയിലെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷം. കോതി, മുഗദാർ, പള്ളിക്കണ്ടി, നയനാംവളപ്പ് ഭാഗങ്ങളിലാണ് വീതി വിതച്ച് തിരമാല വീശിയടിക്കുന്നത്. കോതി മേഖലയിൽ 44 വീട്ടുകാരാണ് കടലാക്രമണ ഭീഷണി നേരിടുന്നത്. 15 പേരുടെ വീടിന്റെ അടുക്കളയും ശുചിമുറിയും ഉൾപ്പെടെ ഭാഗികമായി തകർന്നു. വ്യാഴാഴ്ച രാത്രി മുതലാണ് ശക്തമായ തിര വീടുകളിലേക്ക് അടിച്ചു കയറുന്നത്. പലരും ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് കടൽഭിത്തി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമല്ലാത്തതിനാൽ മതിയായ പ്രയോജനം ലഭിക്കുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. പുലിമൂട്ടുപോലെ കടലിലേക്ക് നീളത്തിൽ കല്ലുകളിട്ടാൽ മാത്രമേ തിരയുടെ ശക്തി കുറയ്ക്കാനാകൂ. എന്നാൽ ഇതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ലത്രേ. മാത്രമല്ല, കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ കടൽഭിത്തി നിർമ്മാണത്തിനായി വിവിധ വർഷങ്ങളിൽ ചെലവഴിച്ചത്. ഈ തുകയുണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ 44 കുടുംബങ്ങളെ മറ്റിടങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കാമായിരുന്നുവെന്നും ഇവർ പറയുന്നു. വെള്ളയിൽ പുതിയാപ്പ തുറമുഖങ്ങളിലും കടൽക്ഷോഭം രൂക്ഷമായിട്ടുണ്ട്. വെള്ളയിൽ പുലിമുട്ടിന്റെ നീളം കൂട്ടാത്തതിനാൽ വാർഫിലേക്ക് നേരത്തെ തന്നെ മണലടിഞ്ഞുകൂടിയിരുന്നു. തിരമാലയുടെ ശക്തി കൂടിയതോടെ ഇത് ഇരട്ടിയായി. വാർഡ് കൌൺസിലർ C അബ്ദുറഹിമാൻ, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രിയമുള്ള നാട്ടുകാരെ, ഇനി മുതൽ കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നത്? കോഴിക്കോട് ബീച്ചിൽ എന്താ? 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 എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. അതല്ല, ഇതാ. ധീര ധീര
Gold and Diamonds. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ബേപ്പൂരിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് AVM കബീർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ മുതിർന്ന പൌരന്മാരെ ആദരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ യൂണിറ്റിന്റെ 2016-17 വർഷത്തെ വാർഷിക പൊതുയോഗം ബേപ്പൂരിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് AVM കബീർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് P. സുഭാഷ് അധ്യക്ഷനായിരുന്നു. മുതിർന്ന യൂണിറ്റ് അംഗങ്ങളായ M. ആമു, P. അശോകൻ, KT സത്യനാരായണൻ, T. വേലായുധൻ, M. ആലിക്കോയ, പുളിക്കൽ ഹംസക്കോയ, N. സുരേന്ദ്രൻ, E. ശങ്കരൻ, K. സിദ്ദിഖ്, KP മുസ്തഫ തുടങ്ങിയവരെ യോഗത്തിൽ ആദരിച്ചു. വരവ് ചെലവ് റിപ്പോർട്ട് അവതരണവും ചർച്ചകളും നടന്നു. വെൽഫെയർ അംഗങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും ഉണ്ടായിരുന്നു. B. കുഞ്ഞാമുക്കോയ, T. വേലായുധൻ എന്നിവർ നിവേദനം നൽകി. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. KV യൂസഫലി, P. അശോകൻ, KM ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികളും ജില്ലാ നേതാക്കളും പൊതുയോഗത്തിൽ സംബന്ധിച്ചു. കാരപ്പറമ്പ് കുറ്റ്യാട്ട് പരദേവതാ ക്ഷേത്രത്തിലെ ചെണ്ടമേളം 2ാം ബാച്ചിന്റെ അരങ്ങേറ്റം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. ഗുരു കലാമണ്ഡലം ശിവദാസന്മാരാർ നേതൃത്വം നൽകി. കുറ്റ്യാട്ട് പരദേവതാ ക്ഷേത്രത്തിലെ വാദ്യസംഘത്തിന്റെ 2ാം ബാച്ചിലെ 15 കുട്ടികളാണ് ചെണ്ടവാദനത്തിന്റെ ബാലപാഠങ്ങൾ പൂർത്തിയാക്കി അരങ്ങേറിയത്. കലാമണ്ഡലം ശിവദാസന്മാരാരുടെയും രാജേഷ് മേലൂരിന്റെയും ശിക്ഷണത്തിൽ കഴിഞ്ഞ 2 വർഷമായി ചെണ്ട അഭ്യസിക്കുന്നവരാണ് ഇവർ. 2 മണിക്കൂർ നീണ്ട കുട്ടികളുടെ മേളപ്രകടനം തുടക്കക്കാരുടെ അമ്പരപ്പോ ആശങ്കകളോ ഇല്ലാതെയായിരുന്നു. കൊമ്പ്, കുഴൽ തുടങ്ങിയ ഉപകരണങ്ങളിൽ മുതിർന്നവരും കുട്ടികൾക്ക് പിന്തുണയേകി. ക്ഷേത്രവാദ്യസംഘത്തിന്റെ ആദ്യ ബാച്ചിലും 30ഓളം കുട്ടികൾ ചെണ്ട പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി. പഠനം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് മേളം അവതരിപ്പിക്കുന്നതിന് ക്ഷേത്രവാദ്യസംഘത്തിലും മറ്റിടങ്ങളിലും അവസരമൊരുക്കി അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് ക്ഷേത്ര കമ്മിറ്റി നൽകുന്നത്. ബേപ്പൂർ നടുവട്ടം ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC രാജൻ ഉദ്ഘാടനം ചെയ്തു. പുഞ്ചപ്പാടം സുസ്ഥിര വികസന പദ്ധതി 2020ന്റെ ഭാഗമായി നടുവട്ടം ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൌൺസിലർ M. ഗിരിജ അധ്യക്ഷയായിരുന്നു. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഗീത മുഖ്യപ്രഭാഷണം നടത്തി. അടുക്കളത്തോട്ട നിർമ്മാണത്തെ സംബന്ധിച്ച് ക്ലാസ് നടന്നു. റിട്ടയർഡ് കൃഷി ഓഫീസർ P. അരവിന്ദാക്ഷൻ നേതൃത്വം നൽകി. കൌൺസിലർമാരായ PP. ബീരാൻകോയ, പേരോത്ത് പ്രകാശൻ, ജില്ലാ നിർമ്മിതി കേന്ദ്രം എക്സിക്യൂട്ടീവ് സെക്രട്ടറി VP. ജയാനന്ദ്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ഹരീന്ദ്രൻ മാസ്റ്റർ, M. പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ക്ഷീരപരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ M. പ്രകാശ്, വികസന സമിതി കൺവീനർ KC. വിജയൻ എന്നിവർ നേതൃത്വം നൽകി. കൃഷിവകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, റെസിഡൻസ് അസോസിയേഷനുകൾ, കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ SSA നടത്തിയ അധ്യാപക നിയമനങ്ങൾക്കെതിരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ നടത്തിവന്ന അനിശ്ചിതകാല സമരം അവസാനിച്ചു. ജില്ലാ പ്രോജക്ട് ഓഫീസർക്ക് അധ്യാപകർ നൽകിയ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചതെന്ന് അധ്യാപകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2016 നവംബർ മാസം SSA ജില്ലാ പ്രോജക്ട് ഓഫീസിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയ അധ്യാപക നിയമനങ്ങൾക്കെതിരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ജനുവരി മുതൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്പെഷ്യലിസ്റ്റ് അധ്യാപക നിയമന വിരുദ്ധ സമരസമിതിയും സമരസഹായ സമിതിയും സംയുക്തമായി ജില്ലാ പ്രോജക്ട് ഓഫീസർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ സമരം അവസാനിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 3 ദിവസമായി കോഴിക്കോട് നടന്നുവന്ന ചിന്താ പുസ്തകോത്സവത്തിന് സമാപനം. സാംസ്കാരിക രംഗത്തെ ഫാസിസത്തിന്റെ കടന്നുകയറ്റം എന്ന വിഷയത്തിൽ KN കുഞ്ഞമ്മദ് പ്രഭാഷണം നടത്തി.
3 ദിവസങ്ങളിലായി CPIM ടൌൺ ഏരിയ കമ്മിറ്റി ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച ചിന്താ പുസ്തകോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക രംഗത്തെ ഫാസിസത്തിന്റെ കടന്നുകയറ്റം എന്ന വിഷയത്തിൽ KEN കുഞ്ഞാമുത് പ്രഭാഷണം നടത്തി. എല്ലാ അല്പത്തരങ്ങളും കെട്ടിപ്പുണരുന്ന മനോഭാവമാണ് ഫാസിസത്തിന്റെതെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല ഉയരമുള്ള വെളുത്ത കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാം എന്നതാണ് പുതിയ വാർത്ത. നമ്മുടെ ഉള്ളിലെല്ലാം കറുപ്പിനെതിരെ ശക്തമായ മനോഭാവവും വെളുപ്പിനു വേണ്ടിയുള്ള ആഭിമുഖ്യവുമുണ്ട്. ഇതിനെയാണ് ഫാസിസം ചൂഷണം ചെയ്യുന്നതെന്നും KEN കുഞ്ഞാമുത് പറഞ്ഞു. 1919 മുതൽ 45 വരെയാണ് ക്ലാസിക്കൽ ഫാസിസത്തിന്റെ കാലയളവ്. ഒരു നൂറ്റാണ്ട് കാലം. VT സത്യൻ അധ്യക്ഷനായിരുന്നു. PA ചന്ദ്രശേഖരൻ, TK വേണു എന്നിവർ സംസാരിച്ചു. നല്ലൊരു ഭൂമിയെ ഓർമ്മിപ്പിച്ച് KT മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് നാടകം വീണ്ടും അരങ്ങിലെത്തി. ചിന്താ പുസ്തകോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ കലിംഗ തിയേറ്റേഴ്സാണ് നാടകം അരങ്ങിലെത്തിച്ചത്. CPIM ടൌൺ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചിന്താ പുസ്തകോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് KT മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് എന്ന നാടകം ഒരിക്കൽ കൂടി അരങ്ങിലെത്തിയത്. വിശ്വാസത്തിന്റെ അന്ധമായ കൽപ്പനകൾ വരുന്ന ആകാശമല്ല, ഇത് യഥാർത്ഥ മനുഷ്യരുടെ ഭൂമിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു നാടകം. ഖാലിദ് എന്ന പുരോഗമനവാദിയായ ചെറുപ്പക്കാരൻ ആരോരുമില്ലാതെ തെരുവിൽ വിശന്നു കിടക്കുന്ന പാത്തേ എന്ന പെൺകുട്ടിയെ ഒരു റമദാൻ മാസത്തിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നിടത്താണ് നാടകം ആരംഭിക്കുന്നത്. കുടുംബത്തിലെ കാരണവരും യാഥാസ്ഥിതിക വിശ്വാസിയുമായ ഹാജിയാർ ഇതിനെ എതിർക്കുന്നു. ഒരു വടിയുമായാണ് ഇതിൽ ഹാജിയാർ പ്രത്യക്ഷപ്പെടുന്നത്. ഈ വടി പ്രതീകാത്മകമായി ഇസ്ലാമിനെയാണ് കാണിക്കുന്നത്. ഈ വടി കൊണ്ട് എന്തും ചെയ്യാമെന്നാണ് അയാളുടെ വിശ്വാസം. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ നാടകം ഓരോ സമുദായവും വെച്ചുപുലർത്തുന്ന അന്ധവിശ്വാസങ്ങളെ പരസ്യമായി ചോദ്യം ചെയ്യുന്നു. കലിംഗ തിയേറ്റേഴ്സാണ് നാടകം അരങ്ങിലെത്തിച്ചത്. ഹാജിയറായി റംഗൂൺ റഹ്മാനും ഖാലിദായി MM നാസറും വേഷമിട്ടു. ഉസ്മാനായി വിജയൻ മലപ്പുറവും ഖദീജയായി നിപുണ റഹ്മാനും രംഗത്തെത്തി. മാധവൻ കുന്നതറയും സാവിത്രി ശ്രീധരനും സുധാകരൻ തിക്കോടിയും റാണി ദിവാകരനും മറ്റു വേഷങ്ങളണിഞ്ഞു. വിഷ്ണുദാസ് കോട്ടകിലും സപ്തബാബുവും സംഗീതവും നിർവഹിച്ചു. മൊയ്തീൻ ഗോയ കുറ്റിച്ചിറയാണ് ആലാപനം. ദീപസംവിധാനം മൊയ്തീൻ എടപ്പാൾ നിർവഹിച്ചു. 1953 23ാമത്തെ വയസ്സിൽ KT ഈ നാടകം എഴുതിയത്. 60 വർഷത്തോളം നാടകം വിവിധ അരങ്ങുകളിൽ അലയടിച്ചിരുന്നു. ആദ്യകാലത്ത് KP ഉമ്മർ ഹാജിയാരായി ഇതിൽ അഭിനയിച്ചിരുന്നു. KTയും മുഖ്യ കഥാപാത്രമായി വേദിയിലെത്തിയിരുന്നു. ശാന്തദേവിയും നിലമ്പൂർ ആയിഷയും ഏറെക്കാലം ഈ നാടകത്തിൽ വേഷമിട്ടു. ഭക്തരെ ആനന്ദലഹരിയിൽ ആറാടിച്ച് ഋഷിപുരം ശിവക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവരം. ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായാണ് ഭഗവാന്റെ വിവാഹം നടന്നത്. വിവാഹ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഋഷിപുരം ശിവക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലെ രുക്മിണി സ്വയംവരം ഭക്തജനങ്ങൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. സ്വയംവര ഘോഷയാത്ര ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഗോവിന്ദപുരം തലേശിലവൻ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് ഋഷിപുരം ക്ഷേത്ര സന്നിധിയിലുള്ള സപ്താഹ യജ്ഞവേദിയിൽ എത്തിയതോടെ ഭഗവാന്റെ വിവാഹത്തെക്കുറിച്ച് ബ്രഹ്മശ്രീ രഞ്ജിത്ത് നമ്പൂതിരി വിശദീകരിച്ചു. തുടർന്ന് വേദിയിൽ വിവാഹ കർമ്മവും നടന്നു. സദസ്സിൽ നിന്നും മംഗളാശംസകൾ അലയടിച്ചു. സപ്താഹവേദിയിൽ ഭഗവാന്റെ വിവാഹ ചടങ്ങ് വളരെ ഗംഭീരമായാണ് ഭക്തജനങ്ങൾ കൊണ്ടാടിയത്. യജ്ഞാചാര്യൻ കല്ലമ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സപ്താഹയജ്ഞം നടന്നുവരികയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശംഭു നമ്പൂതിരി, സെക്രട്ടറി P. ധർമ്മജൻ, ട്രസ്റ്റി ചെയർമാൻ S. തുളസീധരൻ പിള്ള എന്നിവരടങ്ങുന്ന കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഋഷിപുരം കലാക്ഷേത്രത്തിലെ വിജയലക്ഷ്മി ടീച്ചറുടെ ശിഷ്യഗണങ്ങൾ കോൽക്കളി നടത്തി. മെയ് 15 ഞായറാഴ്ച ഭഗവാന്റെ സ്വർഗാരോഹണ ശേഷം ആറാട്ടോടെ സപ്താഹ പരിപാടികൾ അവസാനിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PG മെഡിക്കൽ ഫീസ് വർധനയ്ക്കെതിരെ KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. സ്വാശ്രയ മുതലാളിമാരെ സംരക്ഷിക്കുന്ന നയമാണ് LDF സർക്കാരിന്റേതെന്ന് അദ്ദേഹം. മതപ്രഭാഷണങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലും ഉണ്ടാകണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസ്. മർക്കസിലെ വിദ്യാർത്ഥി സമരം 5ാം ദിനത്തിലേക്ക്. വടകര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയ സംഭവം IMAയുടെ കള്ളക്കഥയാണെന്ന് ആക്ഷൻ കമ്മിറ്റി. അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സൂചനാ സത്യാഗ്രഹം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.